മോഡേൺ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് എന്ന പൊളിറ്റിക്കൽ സയൻസിൻ്റെ 6th സെമ്മിൻ്റെ കോർ പേപ്പറിൻ്റെ ഒന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ റിനൈസൻസ്, ഇന്ത്യയിലെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുണ്ടായി. ഇന്ത്യയിലെ നവോത്ഥാനം എങ്ങനെയാണ് ഉണ്ടായി വന്നതെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും അത് എങ്ങനെയാണ് മതനവീകരണത്തിൻ്റെ ഭാഗമായി നിലനിന്നതെന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പറയണ്ടായി. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അതിലെ വളരെ പ്രധാനപ്പെട്ട നവോത്ഥാനത്തിലെ വക്താവായ രാജാറാം മോഹൻ റോയിയെക്കുറിച്ചാണ്. രാജാറാം മോഹൻ റോയ് സോഷ്യൽ റിഫോമർ ആൻഡ് വ്യൂ ഓൺ ലിബർട്ടി ആൻഡ് റൈറ്റ് എന്ന ഭാഗമാണ് നമ്മൾ ഇനി പറയുന്നത്. ആദ്യമായിട്ട് രാജാറാം മോഹൻ റോയിയെക്കുറിച്ച് പറയാം. പുരാതന പാരമ്പര്യങ്ങളെ ആധുനിക ദർശനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഇന്ത്യൻ ചരിത്രത്തിലെ നവോത്ഥാന നായകനായിരുന്നു രാജാറാം മോഹൻ റോയ്. മതപരവും സാമൂഹികവുമായ നവീകരണത്തിനായി അദ്ദേഹം നിരന്തരം വാദിക്കുകയുണ്ടായി. ആചാരാനുഷ്ഠാനങ്ങളെക്കാൾ സാർവത്രിക ആത്മീയ മൂല്യങ്ങൾക്കാണ് അദ്ദേഹം പ്രോത്സാഹനം നൽകിയത്. റോയിയുടെ വിശാലമായ കാഴ്ചപ്പാട് മതപരവും സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവും രാഷ്ട്രീയപരവും ദേശീയപരവുമായ വിഷയങ്ങൾ ഉൾപ്പെടെ മനുഷ്യജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. ഒന്നിലധികം ഭാഷകളെയും ചിന്താ പദ്ധതികളെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള അറിവ് അദ്ദേഹത്തെ കാലത്തെയും പ്രശസ്തനായ ഒരു ബുദ്ധിജീവിയാക്കി മാറ്റി. നിലവിലുള്ള സാമൂഹിക മതാചാരങ്ങളെ യുക്തിപരമായി വെല്ലുവിളിക്കുകയും ചെയ്യുകയുണ്ടായി. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ വലിയ സോഷ്യൽ റിഫോമറായിട്ട് മാറിയ വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. ഇനി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ റിഫോം, അതിനെക്കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ നവോത്ഥാനത്തെക്കുറിച്ചാണ് ഒരു രണ്ട് വാക്കുകൾ കൂടി നമുക്ക് ഇതിനോടൊപ്പം പറയാം. ആധുനിക ഇന്ത്യയുടെയും ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെയും പിതാവാണ് രാജാറാം മോഹൻ റോയ്. തൻ്റെ ചെറുപ്പം മുതൽ സാമൂഹിക തിന്മകളുടെ ഇരയായ അദ്ദേഹം ജീവിതത്തിലുടനീളം തൻ്റെ സമൂഹത്തിൻ്റെ സാമൂഹികവും മതപരവുമായ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിച്ചു. യാഥാസ്ഥിതിക ബ്രാഹ്മണർക്കിടയിലെ, ഇന്ത്യയിലെ ഉയർന്ന ജാതി സമൂഹമാണല്ലോ ബ്രാഹ്മണർ, അവർക്കിടയിലെ സതി എന്ന ദുരാചാരം അദ്ദേഹം അത് ചെറുപ്പത്തിലേ കാണുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ സതിയുടെ ദുരനുഭവം ഉണ്ടായി. അത് അദ്ദേഹം ചെറുപ്പം മുതലേ അത് കാണുകയും അത് തിരിച്ചറിയുകയും ചെയ്തു. അപ്പോൾ യാഥാസ്ഥിതിക ബ്രാഹ്മണർക്കിടയിലെ സതി എന്ന ദുരാചാരം ഇല്ലാതാക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ ചരിത്രപരമാണ്. അദ്ദേഹം സതി ഇല്ലാതാക്കാൻ വേണ്ടി നിരന്തരമായ ശ്രമങ്ങൾ നടത്തി. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വിശദമായി ഈ വീഡിയോയ്ക്ക് അടുത്ത ഘട്ടങ്ങളിൽ പറയാം. ഏതായാലും അദ്ദേഹം സതി എന്ന ദുരാചാരത്തിന് എതിരെ അതിശക്തമായി പോരാടുകയും അതില്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സമാജം അദ്ദേഹം സ്ഥാപിച്ചുകൊണ്ട് വലിയ സാമൂഹിക പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. അദ്ദേഹം ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ വളരെ കാതലായ ഏകദൈവ വിശ്വാസത്തെ ഹിന്ദു മതത്തിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുകയുണ്ടായി. അങ്ങനെ ഹിന്ദു സമൂഹത്തിൽ വിപ്ലവം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിട്ട്, ഒരു സോഷ്യൽ റിഫോമറായിട്ട് അദ്ദേഹം മാറുകയുണ്ടായി. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. ഒന്ന്, അബോളിഷൻ ഓഫ് സതി ആൻഡ് ദ റിഫോർമേഷൻ ഓഫ് ബ്രഹ്മസമാജം. സതി നിർത്തലാക്കിയതും ബ്രഹ്മസമാജത്തിൻ്റെ രൂപീകരണവുമാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനത്തിൽ നോക്കാനുള്ളത്. സതി നിർത്തലാക്കിയതും ബ്രഹ്മസമാജത്തിൻ്റെ രൂപീകരണവുമാണ് രാജാറാം മോഹൻ റോയ് നടത്തിയ ഏറ്റവും സുപ്രധാനമായ പ്രവർത്തനങ്ങൾ. വിധവ തൻ്റെ ഭർത്താവിൻ്റെ ശവസംസ്കാര ചിതയിൽ സ്വയം തീ കൊളുത്തുന്ന സമ്പ്രദായമാണ് സതി. ഇത് പരമ്പരാഗത ഹിന്ദു സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയ ആചാരമായിരുന്നു. ഇത് പുരുഷാധിപത്യത്തിൻ്റെയും സ്ത്രീകളെ കീഴ്പ്പെടുത്തുന്നതിൻ്റെയും പ്രതീകമായി നിലനിന്ന ആചാരമാണ്. രാജാറാം മോഹൻ റോയ് 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സതിക്കെതിരെ നിരന്തരമായി, ഈ ആചാരത്തിനെതിരെ നിരന്തരമായി വലിയ യുദ്ധം, അതിനെതിരെ വലിയ സമരം, കുരിശ് യുദ്ധം ആരംഭിച്ചു. 1818 രാജാറാം മോഹൻ റോയ് സതിയുടെ മതപരവും സാമൂഹികവുമായ ന്യായീകരണങ്ങളെ വെല്ലുവിളിച്ച് സതി നിർമ്മാർജ്ജനത്തിനായി വലിയ ക്യാമ്പയിൻ ആരംഭിച്ചു. ഹിന്ദു ഗ്രന്ഥങ്ങളിൽ സതി നിർബന്ധമാക്കിയിട്ടില്ലെന്നും സ്ത്രീകളെ തരം താഴ്ത്തുകയും അവരുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കുകയും ചെയ്യുന്ന ഒരു പ്രാകൃത ആചാരമാണ് സതിയെന്നും അദ്ദേഹം നിരന്തരമായിട്ട് പറഞ്ഞു. സതിയുടെ മനുഷ്യത്വമില്ലായ്മയും അത് മാറ്റേണ്ടതിൻ്റെ
അടിയന്തര ആവശ്യവും അദ്ദേഹം ഉയർത്തിക്കാട്ടി. രാജാറാം മോഹൻ റോയിയുടെ നിരന്തര ശ്രമങ്ങളുടെ ഫലമായി 1829 ഡിസംബർ 4 ഇന്ത്യയുടെ അന്നത്തെ ബ്രിട്ടീഷ് ഗവർണറായിരുന്ന വില്യം ബെൻഡിക് പ്രഭു സതി നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിച്ചു. ഈ ചരിത്രപരമായ തീരുമാനം ഇന്ത്യൻ സമൂഹത്തിൽ ഒരു വലിയ വഴിത്തിരിവായി. പൗരാണിക ആചാരങ്ങൾ നിരാകരിക്കുന്നതിൻ്റെയും മനുഷ്യൻ്റെ അന്തസ്സും അവകാശങ്ങളും അംഗീകരിക്കുന്നതിൻ്റെയും ഭാഗമായി ഈ സതിയുടെ നിർമ്മാർജ്ജനം മാറി. അതേസമയം രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം എന്ന ഒരു സംവിധാനവും സ്ഥാപിച്ചു. ഒരു പുരോഗമന മതം പ്രസ്ഥാനമായിട്ടാണ് അത് സ്ഥാപിച്ചത്. 1828 അദ്ദേഹം ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. അത് പിന്നീട് 1828 അദ്ദേഹം ബ്രഹ്മസഭയാണ് സ്ഥാപിച്ചത്. അത് പിന്നീട് 1830 ബ്രഹ്മസമാജമായിട്ട് പരിണമിക്കുകയാണ് ചെയ്യുന്നത്. ഏകദൈവ വിശ്വാസം, സാർവത്രിക മതം, സാമൂഹിക പരിഷ്കരണം എന്നീ തത്വങ്ങളിലായിരുന്നു ബ്രഹ്മസമാജം അതിൻ്റെ അടിസ്ഥാന മൂല്യമായിട്ട് കണക്കാക്കിയത്. രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജത്തെ ഏകീകൃത ആരാധനയുടെ വേദിയായിട്ട് വിഭാവനം ചെയ്തു. രൂപരഹിതവും ശാശ്വതവും മാറ്റമില്ലാത്തതുമായ ഒരു ദൈവത്തെ ആരാധിക്കുന്നതിന് ബ്രഹ്മസമാജം ഊന്നൽ നൽകി. ദാനധർമ്മം, ധാർമ്മികത, ഭക്തി, പരോപകാരം, പുണ്യം എന്നീ ആശയങ്ങൾ അദ്ദേഹം ഈ ബ്രഹ്മസമാജത്തിലൂടെ പ്രോത്സാഹിപ്പിച്ചു. മതപരമായ വ്യത്യാസങ്ങൾ കണക്കിലെടുക്കാതെ മനുഷ്യരാശിയുടെ ഐക്യത്തിനായിട്ട് ബ്രഹ്മസമാജം പ്രവർത്തിച്ചു. ഹിന്ദു സമൂഹത്തിൽ നിലനിന്നിരുന്ന യാഥാസ്ഥിതിക വിശ്വാസങ്ങളെയും വിവേചനപരമായ ആചാരങ്ങളെയും വെല്ലുവിളിക്കുന്ന സാമൂഹിക മാറ്റത്തിന് ബ്രഹ്മസമാജം ഒരു ഉത്തേജനമായിട്ട് പ്രവർത്തിച്ചു. അത് ജാതീയത, ബഹുഭാര്യത്വം, സ്ത്രീപീഡനം, തൊട്ടുകൂടായ്മ, മറ്റു സാമൂഹ്യ തിന്മകൾക്കെതിരെയും ഈ ബ്രഹ്മസമാജം പ്രവർത്തിച്ചു. ഇന്ത്യൻ ചിന്തകളെ സ്വാധീനിക്കുകയും ഉദാരവാദത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും ആധുനികതയുടെയും അന്തരീക്ഷം വളർത്തിയെടുക്കുകയും ചെയ്ത ബ്രഹ്മസമാജത്തിൻ്റെ സ്വാധീനം ബംഗാളിനപ്പുറവും വ്യാപിച്ചു. ഇന്ത്യയുടെ ബൗദ്ധികവും സാംസ്കാരികവുമായ നവോത്ഥാനത്തിന് സംഭാവന നൽകി പരിഷ്കർത്താക്കളുടെയും ബുദ്ധിജീവികളുടെയും ഒരു തലമുറയെ ഈ ബ്രഹ്മസമാജം പ്രചോദിപ്പിച്ചു. സതി നിർത്തലാക്കിയതും ബ്രഹ്മസമാജത്തിൻ്റെ രൂപീകരണവും ഇന്ത്യൻ ചരിത്രത്തിലെ സുപ്രധാന നിമിഷങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഇത് യുക്തിയുടെയും അനുകമ്പയുടെയും പുരോഗമന മൂല്യങ്ങളുടെയും വിജയത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇനി വ്യൂസ് ഓൺ ലിബർട്ടി ആൻഡ് റൈറ്റ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ.